നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് നേരെ വെടിവെപ്പ്, 2 പേർക്ക് പരിക്ക്, അക്രമി കസ്റ്റഡിയിൽ. ആക്രമണം ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നപ്പോൾ. ഇന്ത്യ US വ്യാപാരം ശക്തിപ്പെടുത്താൻ ധാരണ, $500 ബില്യൺ കരാറിൽ ഒപ്പിട്ടു. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് കൂടിക്കാഴ്ച. അൻസിബ വിവാദത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടൻ. ടിനി ടോമിനെ പുറത്താക്കണമെന്ന് വീണ്ടും അൻസിബ ഹസൻ. ടിനിക്കെതിരെ പരാതി നൽകി നീന കുറുപ്പും. ഗൂഢാലോചന സംശയിക്കുന്നതായി ശ്വേത മേനോൻ. പോലീസ് തലപ്പത്ത് അഴിച്ചുപണിയുടൻ. ക്രമസമാധാന ചുമതലയിലും ഇന്റലിജൻസ് തലപ്പത്തും മാറ്റമുണ്ടായേക്കും. ആലപ്പുഴയിലെ മർദ്ദനത്തിന് ഗൺമാൻമാർക്കെതിരെ വധശ്രമ കേസ് ചുമത്താൻ SIT. വകുപ്പ് തല നടപടിക്കും ശുപാർശ. കൊച്ചി മോഡൽ 6 റാക്കറ്റ് കേസിൽ ഒരു പരാതിയിൽ കൂടി കേസെടുത്ത പോലീസ്. ബിലാലും ബിന്ദുവും മുഖ്യപ്രതികൾ. കേസിൽ കൂടുതൽ അറസ്റ്റുടൻ. പോലീസിനെയും ഗുണ്ടാ തലവന്മാരെയും പരിചയമുണ്ടെന്ന സിന്ധുവിന്റെ ഓഡിയോ സന്ദേശം പുറത്ത്. പാഠപുസ്തക വിതരണം വേഗത്തിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഈ മാസം 30-ന് മുൻപ് വിതരണത്തിനെത്തിക്കാമെന്ന് പ്രതീക്ഷ. +1 സീറ്റ് ഏറ്റവും കുറവ് മലപ്പുറത്തായതിനാൽ അഡീഷണൽ സീറ്റ് അനുവദിക്കും. PM ശ്രീയിൽ നിയമവശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും N ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തൃശൂരിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യത. കാലവർഷം മറ്റന്നാൾ കേരള തീരത്തെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പത്തനംതിട്ട പറക്കോട് ടോറസ് ലോറി വീട്ടിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് പുലർച്ചെ 3 മണിയോടെ. എറണാകുളം പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് ഓടയിലേക്ക് തെന്നിയിറങ്ങി. അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി നോക്കാം. അമേരിക്കയെ ഞെട്ടിച്ച് വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ്. 30 റൌണ്ട് വരെ വെടിവെച്ച് കേട്ടു. അക്രമിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ വൈറ്റ് ഹൌസിനെതിരെ ശക്തമായൊരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. 30 റൌണ്ട് വെടിയുതിർക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അക്രമിയുടെ ഭാഗത്തു നിന്നും ഈ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഇന്നലെ പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ വെടിവയ്പുണ്ടായത്. വൈറ്റ് ഹൗസിലെ ഒരു ചെക്ക് പോയിന്റിലേക്ക് വരികയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ അക്രമി വെടിയുതിർത്തു. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റു. തിരിച്ചും വെടിവയ്പുണ്ടായി. ഈ വെടിവയ്പിലാണ് അക്രമി കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ അക്രമിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. എന്താണ് ഈ പ്രകോപനത്തിന് കാരണം, വെടിവയ്പ്പിന് കാരണം എന്നത് വ്യക്തമല്ല. ഈ അവിടെ പരിസരവാസികളിൽ നിന്ന് വന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 30 റൗണ്ട് വെടിയുതിർത്തു എന്നതാണ്. അത് അക്രമി ഈ 30 റൗണ്ട് വെടിയുതിർത്താണോ അല്ലെങ്കിൽ സൈന്യം കൂടി വെടിവെച്ചത് ആ ശബ്ദം കൂടി കേട്ടതാണോ എന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും വലിയ വെടിവയ്പുണ്ടായി എന്നത് ആണ് ഞെട്ടിക്കുന്നൊരു സംഭവം. വൈറ്റ് ഹൗസിനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ വീഴ്ചയാണ്. കാരണം മാധ്യമപ്രവർത്തകരും മറ്റ് ഒഫീഷ്യൽസും ഒക്കെ തന്നെ ഈ വൈറ്റ് ഹൗസ് പരിസരത്തുണ്ടായിരുന്നപ്പോഴാണ് ഈ വെടിവയ്പ് ഉണ്ടാകുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഈ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയോ കേന്ദ്രങ്ങൾക്ക് നേരെയോ വെടിവയ്പുണ്ടാകുന്നത്. 2 ആഴ്ച മുൻപാണ് ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിലേക്ക് മറ്റൊരു അക്രമി തോക്കുമായി കയറിയതും അവിടെ വെടിയുതിർത്തതും അന്ന് നമ്മൾ കണ്ടതാണ്. ട്രംപിനെ ഉൾപ്പെടെ ആ വേദിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട VIP-കളെ സുരക്ഷാ ഭടന്മാർ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. ട്രംപൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പിന്നീട് മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം സഞ്ചരിച്ച വാഹനവ്യൂഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിന് നേരെയും ഇങ്ങനെ വെടിവെപ്പ് ഉണ്ടാകുന്നു. JD വാൻസിൻ്റെ അദ്ദേഹവും വൈസ് പ്രസിഡന്റിൻ്റെ വാഹനവ്യൂഹം ഉൾപ്പെടെയാണ് അന്ന് കടന്നുപോയത്. ആ സമയത്താണ് അവിടെ വെടിവെപ്പുണ്ടാകുന്നത്. അതും ഈ സമീപ ദിവസങ്ങളിലാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയോ കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒക്കെ തന്നെ തുടരെ വെടിവെപ്പുണ്ടാകുന്നു. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ക്രിക്ക്
സമീപകാലത്താണ് വെടിയേറ്റ് മരിച്ചത്. അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു വെടിവെപ്പുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ട്രംപിന് നേരെയും വെടിവെപ്പുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി നമ്മൾ നോക്കിക്കാണണം. അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇറാൻ ആകട്ടെ വലിയൊരു ഇനാം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യൻ രൂപ 500 കോടി രൂപയാണ് ട്രംപിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും കൊലപ്പെടുത്തിയാൽ അവർ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി ഒരു വശത്തുണ്ട്. അമേരിക്കയിലാകട്ടെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ചെലവുണ്ട്. ഇതിൻ്റെ പേരിൽ ട്രംപിനെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നു. ഡെമോക്രാറ്റികൾക്ക് പുറമെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ എതിർപ്പുകൾ വരികയാണ്. അമേരിക്ക മറ്റൊരു ഹിതപരിശോധനയിലേക്ക് പോകുന്നൊരു സമയമാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനൊരു വെടിവെപ്പുണ്ടാകുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും അക്രമി കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിനോദ് പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആക്രമണം അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പരിശോധിക്കാൻ സാധിക്കുമോ? അക്രമി നടത്തിയ ആക്രമണം ഈ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? അനുശ്രീ, ഇതിൻ്റെ കാരണം വ്യക്തമല്ല. 21 വയസ്സുകാരനാണ് വെടിയുതിർത്തത് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കാരണം എന്ത് എന്നത് വ്യക്തമല്ല. പക്ഷേ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ട്രംപ് വിരുദ്ധ വികാരമുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇസ്രായേലിന് വേണ്ടി ചാടിപ്പുറപ്പെടുകയും ഏതാണ്ട് $7 ബില്യൺ തന്നെ ആയുധങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക സൗജന്യമായി നൽകുകയുമാണ്. അമേരിക്കയുടെ ബജറ്റിൽ നിന്നാണ് എല്ലാ കാലവും ഇസ്രായേലിന് ആയുധം നൽകുന്നത്. അത് പണമായല്ല, മറിച്ച് ആയുധമായാണ് നൽകുന്നത്. ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങളാണ് നൽകുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കുന്നു. മാത്രമല്ല ആ ആയുധങ്ങൾ കൊടുക്കുന്നതിന് പുറമെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യപ്രകാരം മറ്റൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതും. അതും അമേരിക്കയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 3 ലക്ഷം കോടിയുടെ ബാധ്യതയാണ് ഇന്ത്യൻ രൂപ വെച്ച് കണക്കാക്കുമ്പോൾ. ആ തരത്തിലുള്ള വലിയ ബാധ്യത അല്ലെങ്കിൽ അത്തരമൊരു ഭാരം അമേരിക്കയിലേക്ക് വന്ന് വീഴുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് നേട്ടം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഹോർമൂസിൽ അവർക്ക് പിടിമുറുക്കാനായിട്ടില്ല. ഇറാനെ ആണവ നിർവ്യാപനം ആ കരാറിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെ ഇത് നീണ്ടു പോകുന്നൊരു സാഹചര്യമാണ്. അമേരിക്കയ്ക്കാകട്ടെ പ്രതിദിനം ഇതിൻ്റെ പേരിൽ വലിയ തുകകൾ, സാമ്പത്തികമായ തിരിച്ചടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരം അമേരിക്കയ്ക്ക് മേൽ വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ട്രംപിന് മേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനിടയിലാണ് തുടരെ അമേരിക്കയിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ വെടിവയ്പ്പുണ്ടാകുന്നതും ഇങ്ങനെ വൈറ്റ് ഹൗസിന് നേരെ തന്നെ വെടിവയ്പ്പുണ്ടാകുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. നേരത്തെ പെൻറ്റഗണൊക്കെ ആക്രമിച്ച് തകർത്ത സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയാണ് വെടിവയ്പ്പുണ്ടാകുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന സംഭവം. നേരത്തെയുള്ള ഈ വിരുന്നിൽ, മാധ്യമപ്രവർത്തകർക്ക് നൽകിയ വിരുന്നിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം ഒരു തോക്കുധാരി ആ ഹാളിലേക്ക് പ്രവേശിച്ചിട്ട് പോലും അത് സുരക്ഷാ ഭടന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ലോക പോലീസ് എന്ന് സ്വയം പ്രഖ്യാപിത മേനി നിറച്ച് നടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്. വൈറ്റ് ഹൗസിന് നേരെ പോലും വെടിവയ്പ്പുണ്ടാകുന്നത്. അവിടെ മാർക്കോ റൂബിയോയുടെ വാഹന വ്യൂഹം അല്ലെങ്കിൽ അവരുടെ വൈസ് പ്രസിഡന്റിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ, പ്രസിഡന്റിന് നേരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വധശ്രമങ്ങൾ നടക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അനുശ്രീ, ശരി, വിനോദ് തുടരുക. വിവിധ മേഖലകളിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി $500 ബില്യൺ കരാറിന് ഇന്ത്യ. പ്രതിരോധം, സാങ്കേതിക വിദ്യ, കൃഷി, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലാണ് സഹകരണം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് റൂബിയോ കൂടിക്കാഴ്ച നടത്തും. വിനോദ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, $500 ബില്യൺ കരാറാണ് അമേരിക്കയുമായി ഇന്ത്യ ഒരുങ്ങുന്നത്. അതും ഊർജം, പ്രതിരോധം അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരത്തിലുള്ള കരാറ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരും കാലങ്ങളിൽ സംഭവിക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? അനുശ്രീ, 14 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യ സന്ദർശിക്കുന്നത്. ഹിലരി ക്ലിൻ്റനാണ് ഇതിനു മുൻപ് സന്ദർശിച്ചത്. അതിനുശേഷം ഇപ്പോൾ മാർക്ക് റൂബിയോ സന്ദർശനം നടത്തുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം എത്തിയത്. കൊൽക്കത്തയിലാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം $500 ബില്യൺ കരാറിലേക്ക് പോവുകയാണ്. ഇന്ത്യ അങ്ങനെ ഒരു കരാർ ഒപ്പിടുകയാണ്. അമേരിക്കയുമായി സഹകരിച്ചുള്ള പദ്ധതികളാണ്. അതിൽ ഊർജ്ജമുണ്ട്, പ്രതിരോധമുണ്ട്, IT ഉണ്ട്, മറ്റ് പല മേഖലകൾ, സാങ്കേതിക വിദ്യയുണ്ട്, അങ്ങനെ വിവിധ മേഖലകൾ, കാർഷിക മേഖലയുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരത്തെ വന്നത് അമേരിക്കയുമായുള്ള കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന കരാറുകൾ എന്ത്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കാൻ പോകുന്ന കരാറുകൾ എന്ത് ഈ കാർഷിക മേഖലയെ ബാധിക്കുന്ന തരത്തിലാകുമോ. എന്നാൽ അന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന തരത്തിലുള്ള കരാറുകൾ ഉണ്ടാകില്ല എന്നതാണ്. ഇപ്പോൾ ഈ $500 ബില്യൻ്റെ കരാറിൽ
കാർഷിക മേഖലയും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായ ഒരു കരാറിലേക്കാണ് പോകുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓയിലിൻ്റെ കാര്യത്തിൽ ഇറാനെ ഇന്ത്യ ആശ്രയിച്ചിരുന്നു, റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന ഒരു നിർദ്ദേശമാണ് അമേരിക്ക നൽകിയത്. മാർക്ക് റൂബിയോ ഇപ്പോൾ ഈ സന്ദർശനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇന്ത്യയോട് എന്തെങ്കിലും അനിഷ്ടമുള്ളത് കൊണ്ടല്ല, ഇങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് ഉപയോഗിച്ച് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ആ തരത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക്, അമേരിക്കയുമായി എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ സഹായം നൽകാൻ റഷ്യയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. അത് പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക തന്നെ അതിന് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ യുദ്ധം തുടർന്നാലും ഇല്ലെങ്കിലും ഇനിയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന ഒരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോവുകയാണ്. അതിനിടെയാണ് സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിലേക്ക് വന്നത്, ഇങ്ങനൊരു വലിയ കരാറിന് തയ്യാറായത്. ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല വെനസ്വേലയുടെ പുതിയ പ്രസിഡന്റ് അധികം വൈകാതെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. കാരണം വെനസ്വേലയുടെ മുൻ പ്രസിഡന്റിനെ നേരത്തെ തന്നെ അമേരിക്ക പിടികൂടുകയും ഇപ്പോൾ വെനസ്വേല പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യക്ക് നേരത്തെ അമേരിക്ക നൽകിയത്. അതിന് നമ്മുടെ റിഫൈനറീസിനെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു വശത്ത്. ആ തരത്തിൽ ഊർജ്ജ മേഖലയിൽ അമേരിക്കയുമായി വലിയ ധാരണയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് റിലയൻസിൻ്റെ അടക്കം നിക്ഷേപം അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അദാനിക്കെതിരെയുള്ള നിരവധി കേസുകൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അമേരിക്ക ഒഴിവാക്കുന്ന നിലയുണ്ട്. അങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യവസായം അല്ലെങ്കിൽ അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പാത സുഗമമാവുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് സന്ദർശനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയും ചൈനയുമായി കുറച്ചുകൂടി ഊഷ്മളമായ ഒരു രീതിയിലേക്ക് എത്താൻ അമേരിക്ക ശ്രമിക്കുന്നു. അവിടെ റഷ്യയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് അമേരിക്കയുടെ നീക്കം. മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു നയതന്ത്ര ഇടപെടലിലേക്ക് പോകുന്നു. ഇന്ന് എസ് ജയശങ്കർ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 4 ദിവസമാണ് ജയ്പൂർ, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി റൂബിയോ സന്ദർശിക്കും. അനുശ്രീ, അതുതന്നെയാണ് വിനോദ്. ഇന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി കൂടി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു എതിർപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ അമേരിക്കയ്ക്കില്ല. ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നിയന്ത്രണം കൊണ്ടുവന്നു, അത് ഇന്ത്യയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മറിച്ച് റഷ്യ ഈ സമ്പത്ത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അവർ ഈ യുക്രൈനെ ആക്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ പണം ചെലവഴിക്കുന്നു. മാത്രമല്ല ഇറാന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. അവരുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ, അതെല്ലാം തന്നെ ഈ ഡ്രോണുകളെല്ലാം തന്നെ റഷ്യൻ നിർമ്മിത വസ്തുക്കളാണ്. ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ തന്നെ ആണവരാജ്യമാകാനുള്ള ഇറാൻ്റെ നീക്കങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ ബലം പകരുന്നത് റഷ്യയാണ്. ഈ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു ഘട്ടത്തിൽ റഷ്യ പറഞ്ഞത് സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ സ്വീകരിച്ചു കൊള്ളാമെന്നാണ്. അതായത് റഷ്യയിൽ നിന്ന് വലിയ സഹായം ഇറാൻ ലഭിക്കുന്നു, അത് തടയുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ താല്പര്യം. അതിനുവേണ്ടി ഇന്ത്യക്ക് മേൽ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ താരിഫ് യുദ്ധത്തിലൊക്കെ കണ്ടതാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനുമൊക്കെ വലിയ തോതിൽ താരിഫ് ഉയർത്തി. അതിൽ ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെ ആ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ റഷ്യയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണെന്ന് മാർക്ക് റൂബിയോ പറയുന്നു. നമുക്ക് ട്രംപിനെ പോലെ അല്ല, കുറച്ചുകൂടി സ്ഥിരതയുള്ള ഒരു നേതാവാണ് റൂബിയോ, അല്ലെങ്കിൽ അവരുടെ വൈസ് പ്രസിഡന്റ്. അങ്ങനെയുള്ള ആളുകൾ പറയുന്നതിന് കുറച്ചുകൂടി സ്ഥിരതയുണ്ട്. ട്രംപ് ആകട്ടെ ഓരോ ദിവസവും പല പല നിലപാടുകളാണ് പറയുന്നത്. അങ്ങനെ ജെ ഡി വാൻസ് അദ്ദേഹം വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമൊക്കെ യുദ്ധത്തിൻ്റെ കാര്യത്തിലും അത് സമാധാനപരമായി തീർക്കുന്ന കാര്യത്തിലും, എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇറാൻ ആണവശക്തി ആകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിനൊരു സ്ഥിരതയുണ്ട്. പക്ഷേ ട്രംപിന് അങ്ങനെ ഒരു സ്ഥിരതയില്ല. പല ദിവസം പല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ റൂബിയോയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടി വ്യക്തതയുള്ള കാര്യമാണ്. ട്രംപിനെ പോലെയല്ല, കുറച്ചുകൂടി വാക്കുകളിലും നിലപാടിലും സ്ഥിരതയുള്ള നേതാക്കൾ, അമേരിക്കയുടെ നേതാക്കളുണ്ട്. അവർ ഇന്ത്യയോട് കൂടുതൽ സൗഹൃദം കാണിക്കുന്നു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അനുശ്രീ, ശരി, വി വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ വെല്ലുവിളിയുമായി മുഖ്യപ്രതി സിന്ധു. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ട്, നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നല്ല ബന്ധങ്ങളുണ്ടെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും സിന്ധു ഏജന്റിനയച്ച സന്ദേശത്തിൽ പറയുന്നു. അതേസമയം കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ ഒരു പരാതിയിൽ കൂടി കേസെടുത്തു. പോലീസോ സൈബർ സെല്ലുകാർക്ക് സൈബർ സെല്ലോ, ഇനിയിപ്പോ ദുബായിലായാലും എനിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ വേറെ
ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ സിന്ധുവിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അത്രത്തോളം കോൺഫിഡൻസോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത്. പോലീസുമായി ബന്ധമുണ്ട്, ഗുണ്ടകളുമായി ബന്ധമുണ്ട്, ഏത് വിധേനയും ഈ കേസിൽ നിന്നും ഊരിപ്പോരാൻ അവർക്ക് സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണാമല്ലേ? ഇപ്പോൾ സിന്ധുവിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ വെല്ലുവിളിയുമായി മുഖ്യപ്രതി സിന്ധു രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുണ്ടകളെയും പോലീസിനെയും അടക്കം തനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടാൻ തനിക്ക് വഴികളുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് സിന്ധുവിന്റെ പുറത്തു വന്നിരിക്കുന്നത്. ഡാനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ സിന്ധുവിന്റെ പുതിയ ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിലെ ഉന്നതരുമായി അടക്കം സിന്ധുവിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതില്ലേ? ഇതിൽ ഇപ്പോൾ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന അവരുടെ ബന്ധങ്ങളാണ്. അവരെ കൃത്യമായ രീതിയിൽ അവർക്ക് ആളുകളുണ്ട്, വളരെ കോൺഫിഡൻസോടുകൂടി അവർ സംസാരിക്കുന്നു. തനിക്ക് ഗുണ്ടാബന്ധങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പോലീസിലടക്കം തനിക്ക് വിപുലമായ രീതിയിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അവരൊരു പക്ഷേ ഏജൻറ്റിനടക്കം അവരെ ഒപ്പം നിർത്തുക, ധൈര്യപ്പെടുത്തുക എന്നതെല്ലാം തന്നെയാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു പെരുമാറ്റം. നേരത്തെ അലീനയുടേതായ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു. അതിലും അവർ പറയുന്നത് അവരുടെ ഗുണ്ടാബന്ധങ്ങൾ ഈ നഗരത്തിലും കൊച്ചിയിലും പുറത്തുമുള്ള അവരുടെ ബന്ധങ്ങൾ തന്നെയാണ്. തനിക്ക് ചോദിക്കാൻ ആളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ ഈ കേസ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ഈ പരാതിയിലേക്ക് വരാൻ പോലും ആളുകൾക്ക് മടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ശക്തമായ ഈ ബന്ധങ്ങൾ തന്നെയാണ്. അത് ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്നതാണ്. ഇവർ ഓഡിയോ സന്ദേശങ്ങൾ അടക്കം ഇരകൾ പുറത്തു കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നതാണ്. കൂടുതൽ പരാതികൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഒരു പരാതി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസായി മാറിയിരിക്കുന്നു, രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയാണ്, കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള പരാതിയാണ്. മരട് പോലീസ് സ്റ്റേഷൻ അത് കൈമാറിയിരിക്കുന്നു എന്നതാണ്. കാരണം നേരത്തെ വന്ന 2 പരാതികൾ കമ്മീഷണർക്ക് വന്നിട്ടുണ്ട്, അത് പരിശോധിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മൊഴികൾ രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു കേസ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം വ്യക്തമാകുന്നത് ഇവരുടെ ബന്ധങ്ങൾ തന്നെയാണ്. നേരത്തെ അനുസരിച്ച് ചോദിച്ചതുപോലെ ഇത് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു വലിയ സാധ്യത തുടക്കത്തിൽ ആ രീതിയിലെല്ലാം തന്നെ കണ്ടിരുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതി മാറിയിരിക്കുന്നു. ഇതൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് DCPയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേതൃത്വം നൽകുന്ന രീതിയിൽ തന്നെ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇനി അവശേഷിക്കുന്നു എന്ന് പറയാൻ 2 പ്രതികൾ കൂടി നിലവിൽ ദുബായിലുണ്ട്. ഷംനയും അതോടൊപ്പം തന്നെ റഹ്മത്തും. ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഈ കേസിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. കാരണം ഇവർക്കെല്ലാം ഈ സ്ത്രീകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിട്ടുള്ളത് എന്നതാണ് നമ്മൾ പ്രധാനമായി കാണേണ്ടത്. ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളതും 2 സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇടപെടൽ, ഇതിന് മുകളിലും ആളുകൾ ഉണ്ടായിരിക്കാം എന്ന രീതിയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. ഇനിയിപ്പോൾ അറസ്റ്റിലായ എല്ലാവരെയും തന്നെയും ഈ 4 പേരെയും തന്നെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് നീങ്ങുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവർക്ക് കൂടുതൽ ആളുകളുമായുള്ള ബന്ധം, ഇരകൾ കൂടുതൽ ഉണ്ടാകാമെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതിനേക്കാൾ വലിയ സംശയമാണ് ഇതിൽ കൂടുതൽ ആളുകൾ പ്രതികളാകാനുള്ളൊരു സാധ്യത. കാരണം ഇവർ മാത്രമായിരിക്കില്ല ആ പ്രതികൾ എന്ന രീതിയിലാണ് പോലീസ് നീങ്ങുന്നത്. ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തവരുണ്ട്, ഇവർക്ക് സംരക്ഷണം നൽകിയ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവരിലേക്കെല്ലാം തന്നെ വൈകാതെ അന്വേഷണം എത്തും. കൂടുതൽ അറസ്റ്റുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് തലപ്പത്തും നിർണായക അഴിച്ചുപണിക്ക് സാധ്യതയേറുന്നത്. ക്രമസമാധാന ചുമതലയിലും ഇന്റലിജൻസ് തലപ്പത്തും ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ പോലീസ് തലപ്പത്ത് നിർണായക അഴിച്ചുപണിക്കുള്ള സാധ്യതയേറുകയാണ്. എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും പ്രധാനമായും ഈ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക?
10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ അധികാരത്തിലേക്ക് തിരികെ വന്നതിന് പിന്നാലെയാണ് നിർണായകമായ അഴിച്ചുപണി ഉദ്യോഗസ്ഥ തലത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം IAS ഉദ്യോഗസ്ഥരുടെ വലിയ തരത്തിലുള്ള ഒരു സ്ഥലംമാറ്റ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ പോലീസ് തലപ്പത്തും അഴിച്ചുപണിക്ക് സാഹചര്യമൊരുങ്ങുന്നത്. സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ റവാഡ ചന്ദ്രശേഖർ, നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി, 2027 ജൂണിൽ വരെ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരും. മറിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP, അതോടൊപ്പം ഇന്റലിജൻസ് മേധാവി, വിജിലൻസ് മേധാവി തുടങ്ങിയവരെയായിരിക്കും പരസ്പരം സ്ഥലം മാറ്റുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുക എന്നാണ് വിവരം. താഴെത്തട്ടിൽ CIമാരുടെയും SIമാരുടെയും ഒക്കെ ട്രാൻസ്ഫറുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയം നോക്കിയാണ് സ്ഥലമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവുമായി പ്രതിപക്ഷ സംഘടനകളൊക്കെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തന്നെയാണ് പോലീസിന്റെ മുഖം മാറ്റുക എന്നൊരു നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പോലീസ് തലപ്പത്തും നിർണായകമായ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെ വധശ്രമം അടക്കം ചുമത്താൻ SIT. വകുപ്പ് തല നടപടിക്കും ശുപാർശയുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വന്നേക്കും. ഡാൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ വധശ്രമം അടക്കം ചുമത്താൻ ഉള്ള നീക്കം നടത്തുകയാണ് SIT. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം വന്നേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇതിൽ 5 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് SIT നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കകം SITയുടെ റിപ്പോർട്ട്, ഈ ആലപ്പുഴയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് SITയുടെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുമെന്നാണ് വിവരം. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാരായിരുന്ന സന്ദീപിന്റെയും അനിൽകുമാറിന്റെയും അടക്കം 5 പേരുടെ കാര്യത്തിൽ കടുത്ത അച്ചടക്ക ലംഘനം ഉണ്ടായിരിക്കുന്നുവെന്നൊരു വിലയിരുത്തലിലേക്ക്, അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് SIT എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വകുപ്പ് തല അച്ചടക്ക നടപടിയായിരിക്കും ഇവർക്കെതിരെ ഉണ്ടാകുക. സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കാർക്കശ്യം നിറഞ്ഞ തീരുമാനങ്ങൾ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് പോലീസിൽ നിന്ന് പുറത്തുവരുന്നത്. കാരണം അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത മനുഷ്യത്വരഹിതമായ നടപടിയാണ് AD തോമസ് MLAയോടും അജയ് ജുവൽ കുര്യാക്കോസിനോടും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നൊരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം SITക്ക് AD തോമസും അജയ് ജുവലും നൽകിയ മൊഴികളിൽ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് കീറിയെറിഞ്ഞത് തിരുത്താൻ MR അജിത് കുമാർ നേതൃത്വം നൽകിയെന്നാണ് ആക്ഷേപം. അത് വളരെ ഗൌരവത്തോടെയാണ് SIT നോക്കിക്കാണുന്നത്. അന്വേഷണത്തിൽ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ഷൌക്കത്ത് അലിയേക്കാൾ ഒരുപാട് ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണ് MR അജിത് കുമാർ. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങാൻ ഈ SITക്ക് കഴിയില്ല. അതിന് ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണ്ടിവരും. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച ശേഷം ആഭ്യന്തര വകുപ്പായിരിക്കും അതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. നിലവിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയത് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല. ഒരുപാട് പരാതികൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ സംഭവമായതിനാലാണ് കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി SITക്ക് രൂപം നൽകിയതെന്നാണ്. എന്തായാലും 2 ആഴ്ചക്കകം ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിലെ തുടർ നീക്കങ്ങൾ. ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ടിനി ടോം അൻസിബ വിവാദത്തിൽ അമ്മയിൽ നിന്ന് ഇന്ന് കൂടുതൽ പ്രതികരണമുണ്ടാകും. തന്റെ കരിയർ തകർക്കാനാണ് ടിനി ടോം ശ്രമിച്ചതെന്നും ടിനിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് അൻസിബ ആവശ്യപ്പെട്ടത്. എന്താ ആസൂത്രിത നീക്കം? ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രോഗ്രാം ഷൂട്ടിന് പോയതാണ്. ലേറ്റ് നൈറ്റ് 1:30 വരെയൊക്കെ ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ എന്താ ആസൂത്രണം ചെയ്യാൻ? എന്നെ വിളിക്കുന്ന ആർക്കും പോലും കിട്ടില്ല. ഞാൻ ദൃശ്യം സിനിമ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എന്താ ആസൂത്രണം ചെയ്യാൻ? അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്.
അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത് അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര, നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നതെന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതേസമയം വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും അൻസിബ സഹോദരിയെ പോലെയാണെന്നുമാണ് ടിനി ടോം പ്രതികരിച്ചത്. അൻസിബ ഹസന്റെ ആരോപണം അമ്മ അധ്യക്ഷ ശ്വേത മേനോൻ തള്ളി. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23rd. അപ്പോൾ why not before this? Why only today? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിന്റെ ഉത്തരം തരികയാണ്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ്, 100%. ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡാനി. ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു പ്ലാൻഡ് മൂവ് ആണെന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. അൻസിബയും ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് യോഗം ചേരുമ്പോൾ കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ടിനി ടോമിനെതിരെ ഒരു പരാതി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പുതിയ പരാതി നിന കുറുപ്പിൻ്റേതാണ് പുതിയ പരാതി വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ തന്നെ അവഹേളിച്ചു, തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് അമ്മയുടെ കഴിഞ്ഞ സംഗമം നടക്കുന്ന സമയത്തായിരുന്നു, ഫെബ്രുവരിയിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അന്ന് വലിയ രീതിയിൽ തന്നെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് തന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും തന്നെ കയ്യേറ്റം ചെയ്യുമെന്ന ഒരു അവസ്ഥ വരെ എത്തുകയും ചെയ്തു. മറ്റുള്ളവരെ പിടിച്ച് അതിനിടയിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ പോയതെന്നാണ് ഈ പരാതിയിലടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ അസഭ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ടിനി ടോമിനൊപ്പം തന്നെ ഒരു സംഘം ഇത് ഉണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ പറയുകയും ചെയ്തു. മറ്റു പലർക്കും തന്നെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലും അവർ പറഞ്ഞു വയ്ക്കുന്ന ആ പരാതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ പരാതിയുടെ കാര്യമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. അവർക്ക് ലഭിച്ചിട്ടുള്ള പരാതിയാണെങ്കിൽ അത് കൃത്യമായി ഇതിനെ അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതെല്ലാം തന്നെയുണ്ട്. നിന കുറുപ്പിൻ്റെ പരാതിയിലൂടെ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ അൻസിബ പറയുന്നത് നിന കുറുപ്പിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവർ ഇത് കേട്ട് തനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ അവരിത് കേട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ളതാണ്. അത്തരം ആ പരാമർശങ്ങൾ കൂടി നിന കുറുപ്പിൻ്റെ പരാതിയിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. മറ്റൊരു നടിയോട് ഈ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ മോശമായി ഇദ്ദേഹം പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ അവരെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻസിബയെ കേൾക്കാനായിട്ട് അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുന്നതിന് വേണ്ടി അമ്മ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് തയ്യാറാകുന്നു എന്നതാണ്. പക്ഷേ അൻസിബ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് നിലവിൽ മനസ്സിലാകുന്ന ഒരു കാര്യം. ഏതായാലും ഈ രീതിയിലേക്ക് അമ്മയുടെ പുതിയ ഭരണസമിതി അധികാരമേറ്റത് മുതൽ വലിയ വിവാദങ്ങളിലേക്കെല്ലാം തന്നെ അമ്മയുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുകയാണ്. പലരും തന്നെയും ഇതിനെതിരെ നേതൃത്വത്തിനെതിരെ പരാതിയുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ പരാതി നൽകിയതിൽ നേതൃത്വം ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നില്ല എന്നൊരു ഭാഗത്ത് വരുന്നു. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന രീതിയായി താരസംഘടനയായ അമ്മയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സങ്കീർണമാകുന്ന രീതിയിലേക്ക് ഈ താരസംഘടനയുടെ പ്രവർത്തന രീതിയും ശൈലിയും എല്ലാം തന്നെ മാറുകയാണ്.
ശരി, കൊച്ചിയിൽ നിന്നും അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ ഈ മാസം 30-ന് മുൻപ് തന്നെ വിതരണത്തിനെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പ്രതിദിനം 3.5 ലക്ഷം പുസ്തകങ്ങൾ അച്ചടി കേന്ദ്രത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ട്. 30-ാം തീയതിക്കകം പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കാനാകുമെന്നാണ് DGM ഉറപ്പ് നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പുസ്തക വിതരണത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പുസ്തക അച്ചടി പൂർത്തീകരിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. അച്ചടി പൂർത്തീകരിക്കാൻ വൈകുമ്പോൾ അത് വിതരണത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പരിശോധിച്ചത് ആ കാര്യമാണ്. ഈ അധ്യയന വർഷം സുഗമമായി തുടങ്ങണമെങ്കിൽ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തണം. അപ്പോൾ അന്ന് അവിടെ നിന്ന് ബന്ധപ്പെട്ടവർ 2-3 തവണ നമ്മൾ വിളിച്ചു ചേർത്തു. അതിലുണ്ടാക്കിയ ഒരു ധാരണ കൃത്യമായി ഈ 29-നകം എല്ലാ സ്കൂളുകളിലും, ഇത് 2-3 ഘട്ടമായിട്ടാണ് പുസ്തകങ്ങൾ എത്തുക, 29-നകം എല്ലായിടത്തും പുസ്തകം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. +1 സീറ്റ് ഏറ്റവും കുറവ് മലപ്പുറത്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇത്തവണ അഡീഷണൽ സീറ്റ് ആദ്യം തന്നെ അനുവദിക്കും. പിന്നെയും കുറവുണ്ടെങ്കിലാണ് ബാച്ച് അനുവദിക്കുക. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. +1 സീറ്റിൻ്റെ കുറവ് ചില ജില്ലകളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് മലപ്പുറത്താണ്. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് എടുത്ത് അതിൽ തീരുമാനിച്ചത്, കുറേ അഡീഷണൽ ബാച്ചുകൾ സർക്കാർ സ്കൂളുകൾ കുറേ അഡീഷണൽ ബാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അഡീഷണൽ ബാച്ചുകളിൽ ഉൾപ്പെടെ മാർജിനൽ ഇൻക്രീസും കൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണത്തെ അലോട്ട്മെൻറ്റ് നടത്തുക. മറ്റത് ആദ്യം അനുവദനീയമായ സീറ്റിൽ നടത്തിയിട്ട് പിന്നെയാണ് അഡീഷണലിലേക്ക് വരിക. അതല്ലാതെ ഈ 350 അഡീഷണൽ ബാച്ച് വേണ്ടി വരും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് അലോട്ട്മെൻറ്റ് നടത്തുക. എന്നിട്ട് ബാലൻസ് വന്നാൽ ആ ജില്ലകളിൽ പ്രത്യേകമായ സംവിധാനം. PM ശ്രീയിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു എന്നത് വാസ്തവം. ഏകപക്ഷീയമായി പിൻവാങ്ങാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇത് UDF-ന്റെ ഒരു പോളിസി വിഷയമാണ്. UDF രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കും. നിയമവശങ്ങൾ കൂടി പരിഗണിക്കണമെന്നും മന്ത്രി എന്ന നിലയിൽ എന്റെ നിലപാടല്ല പ്രധാനമെന്നും എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളുമായി ഒരു മീറ്റിംഗ് എടുത്തപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ വ്യത്യസ്ത വശങ്ങളാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. MOU ഒപ്പിട്ടാൽ ഏകപക്ഷീയമായി പിൻവാങ്ങാൻ കഴിയുമോ? അത് അപ്പോൾ പിന്നീടുണ്ടായതെന്താ, ഇത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തൽക്കാലം നിർത്തിവെക്കുക, കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒരു കത്തെഴുതി. അപ്പോൾ അതിലാണ് നിൽക്കുന്നത്. അതിനി നമ്മൾ എന്ത് രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് UDF-ന്റെ ഒരു പോളിസി മാറ്ററാണ്. പൊളിറ്റിക്കലായിട്ട് തീരുമാനം പറയേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കും. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെയാണ് ചുമതലയേൽക്കൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിവസമായിട്ടും ചുമതല ഏറ്റെടുക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാക്കിയതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നതുപോലെ ഇത്തരമൊരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF-ന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദുരൂഹവുമായ പല നടപടികളും സ്വീകരിച്ചുവെന്ന LDF ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. KPCC അധ്യക്ഷ പദവിക്ക് അവകാശവാദം ഉന്നയിച്ച് ഡൽഹിയിലേക്ക് സംസ്ഥാന നേതാക്കളുടെ ഒഴുക്ക്. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ആന്റണി തുടങ്ങിയ പേരുകൾക്കൊപ്പം ജോസഫ് വാഴക്കിന് വേണ്ടി രമേശ് ചെന്നിത്തലയും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. KC പക്ഷം മാത്യു കുഴൽനാടന് വേണ്ടിയും സമ്മർദ്ദം സജീവമാക്കിയിട്ടുണ്ട്. KPCCയിലെ അഴിച്ചുപണിക്ക് പുറമെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച DCC അധ്യക്ഷന്മാരെയും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം VD സതീശന്റെ എറണാകുളത്തെ ആദ്യ പൊതുപരിപാടി ഇന്ന് രാവിലെ കടവന്ത്രയിൽ DCC സ്വീകരണം. വൈകിട്ട് മോഹൻലാൽ പങ്കെടുക്കുന്ന സ്വീകരണ പരിപാടി പറവൂരിൽ നടക്കും. പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് പറവൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങ് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാൽ പൗരാവലിയുടെ ആദരം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും.
കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ളവരും മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കും. അടൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നേതാക്കൾ പണം വാങ്ങിയെന്ന CPM ആരോപണത്തിനെതിരെ KPMS രംഗത്ത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അടൂരിലെ തോൽവി KPMSന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് CPIM നടത്തുന്നതെന്നും KPMS നേതാക്കൾ വ്യക്തമാക്കി. CPMന് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ പണം വാങ്ങിയവരുടെ പേര് പുറത്തുവിടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അടൂർ ഏരിയ കമ്മിറ്റിയിലാണ് KPMS നേതാക്കൾ പണം വാങ്ങിയെന്ന ആരോപണം CPM ഉന്നയിച്ചത്. അടൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി അടൂരിലെ KPMSന്റെ നേതാക്കൾ പണം വാങ്ങിയെന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം CPMന്റെ ഏരിയ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. എന്തായാലും ഇത് അടിസ്ഥാനരഹിതമാണെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ CPM ഒരു ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്നോ അതോ അത്തരം ഒരു വസ്തുത വല്ലതും ഉണ്ടോ അക്കാര്യത്തിൽ? സാറേ, ആരോപണങ്ങൾ ആർക്ക് വേണ്ടി ആർക്കും പറയാം. ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ കൃത്യമായിട്ടും അതിന് തെളിവുകളും അവർ ശേഖരിക്കണം. അതാണ് ആണത്വം. അല്ലാതെ ഒരാളെ കുറ്റം പറയുമ്പോൾ അതിന് തെളിവുകൾ വേണം. ഞാനത് ഇന്ന ആള് കുറ്റം ചെയ്തു, അതുകൊണ്ട് ആ ആരോപിക്കപ്പെടുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയില്ല. ഇത് ഞങ്ങൾ ഒരിക്കലും ഞാൻ KPMS എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് KPMS എന്ന് പറഞ്ഞാൽ അടൂര് ഈ വ്യാജമല്ല, മറ്റേ ഈ KPMS ഒരുപാട് KPMSകളുണ്ട്. അതായത് ഏത് KPMS ആണെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നില്ല. പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇത് കൊടുക്കാൻ പറ്റൂ. അതിന് തെളിവുകൾ പോലും ഇല്ലാതെ KPMS എന്ന് പറഞ്ഞാൽ കേരള പുലിയാർ മഹാസഭയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇവർ പറഞ്ഞത്. ഈ പാർട്ടിക്കകത്ത് അവരുടെ തോൽവിയിൽ അവർ സ്വയം വിഷമിച്ച് അവർ KPMSനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഇത് കണക്കി കൂട്ടിയാണ്. ഞാൻ KPMSന്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയാണ്. ഈ ഭാരവാഹികൾ പ്രസിഡന്റാണ്. ഞങ്ങളോ ആരും ഇതിനകത്ത് പൈസ മേടിച്ചിട്ടില്ല. ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടെ പറയട്ടെ, സജീവേ അല്ലെങ്കിൽ ബാബു സാറേ, നിങ്ങൾ ഇതാണ്ട് ഇത്രാം തീയതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ എന്ന് ചോദിക്കട്ടെ. അതാണ് ആണത്വം. അല്ലാതെ ഒളിഞ്ഞു മാറി എന്ന് പാർട്ടിയുടെ കമ്മിറ്റിയിൽ കൂടുന്നിടത്ത് ഞങ്ങളെ അധിക്ഷേപിക്കാനുള്ളതല്ല, ഞങ്ങളെ സമൂഹത്തിൽ നാറ്റിക്കാനുള്ളതല്ല. ഞങ്ങൾ അടിസ്ഥാന ജനത, ഞങ്ങളൊരു സംവരണ മണ്ഡലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ തോറ്റുപോയതിന്റെ പിന്നിൽ ഞങ്ങളെ എന്തിനാ ആക്ഷേപിക്കുന്നു? ഞങ്ങൾ നിങ്ങളുടെ പൈസ മേടിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരണമെന്നാണ് നമ്മുടെ ആവശ്യം അല്ലേ? തീർച്ചയായിട്ടും KPMSന്റെ ഏത് നേതാക്കൾക്കാണ് ഇവർ പണം മുടക്കിയത്, ആരാണ് ഇവർക്ക് പണം കൊടുത്തത്, ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനുള്ള ചങ്കൂറ്റം കൂടി അവർ കാണിക്കണം. കാരണം KPMSനകത്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഞാൻ KPMSന്റെ അടൂർ യൂണിയൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ഒരു നേതാക്കന്മാരെ സമീപിക്കുകയോ ഞങ്ങളെ ഒരു നേതാക്കന്മാരെ സമീപിക്കാനോ വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ നേതാവ് പുന്നല ശ്രീകുമാർ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളത്. നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചതാണ് KPMSന്റെ സംസ്ഥാന കമ്മിറ്റി. ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വ്യതിചരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനോ വോട്ട് ശേഖരിച്ചു കൊടുക്കാനോ ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. CPMന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറയും. CPMന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇനി ആർക്കെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണ്ടേ? ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ആരാണ് പണം വാങ്ങിയത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. തീർച്ചയായിട്ടും ആരാണ് പണം വാങ്ങിയത്, ആർക്കാണ് പണം കൊടുത്തത്, ആരാണ് പണം വാങ്ങിയത്, ആരാണ് പണം കൊടുത്തത്, ഇത് രണ്ടും വ്യക്തമാക്കണ്ടേ? പണം കൊടുത്തു, വോട്ട് ചോദിച്ചു, വോട്ടിന് വേണ്ടി പണം കൊടുത്തു, അവർ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റ് എന്നുള്ള ഒരു വിശകലനം നടത്താൻ CPM ഇത്രമേൽ അധപ്പതിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതാണ് കാര്യം. തീർച്ചയായും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ നാളെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. നിലവിൽ പുനരധിവാസം അടക്കമുള്ളവയിൽ ചർച്ചകൾ തുടരുകയാണ്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഭൂവുടമയും പോലീസുമായും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക കുടിയൊഴിപ്പിക്കൽ നിർത്തിവച്ചത്. അതേസമയം മലയിടം തുരുത്ത് നിവാസികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷം രംഗത്തെത്തി. എറണാകുളം പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ടു. പുലർച്ചെ 4-നായിരുന്നു അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. കന്യാകുമാരി പാലക്കാട് സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഓടയിലേക്ക് തെന്നിയിറങ്ങുകയായിരുന്നു. യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ല. പുലർച്ചെ 3:30 കഴിയുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇവിടെ ബൈപ്പാസ് റോഡിൽ, എടപ്പള്ളി ബൈപ്പാസ് റോഡിലായിരുന്നു സംഭവം നടക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന KSRTCയുടെ മിന്നൽ ബസ്സാണ് അപകടത്തിൽപ്പെടുന്നത്. അതിന് സമീപത്ത് ഉണ്ടായിരുന്ന
ഇടതുഭാഗത്തുകൂടി പോവുകയായിരുന്ന ബസ് ഇടതുഭാഗത്തുകൂടി പോവുകയായിരുന്ന ഒരു വാഗ്നർ കാറ് അപ്രതീക്ഷിതമായി വലതേക്ക് തിരിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ഇത് നമുക്കൊപ്പം ഇതിൻ്റെ ഡ്രൈവർ കൂടി ചേരുന്നുണ്ട്. എന്തായിരുന്നു, പെട്ടെന്ന് തിരിക്കുമായിരുന്നു കാറ്? അത് ലെഫ്റ്റ് സൈഡ് കൂടെ പോകുമായിരുന്നു, ഈ ട്രാക്ക് കൂടെ, ലെഫ്റ്റ് ട്രാക്ക് കൂടെ. ഞാൻ ആ റൈറ്റ് സൈഡിലെ ട്രാക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ റൈറ്റിലേക്ക് കയറി വന്നതാണ്. അതിലെനിക്ക് ആ വണ്ടിയിൽ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ചവിട്ടി. പക്ഷേ ആ വണ്ടിയിൽ തട്ടും ചെയ്ത് വണ്ടി സ്കിഡായി പോവുകയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ ഈ കാനയിലേക്ക് സൈഡിലേക്ക് വന്നു. യാത്രക്കാരുണ്ടായിരുന്നു? എത്രത്തോളം പേരുണ്ട്? 10-24 പേരുണ്ടായിരുന്നു. അവർക്കൊന്നും കുഴപ്പമില്ല, അവർ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടു. പക്ഷേ ആക്സിഡൻ്റ് ആയി ആ വാഹനം നിർത്താതെ പോയി. കാറ് നിർത്താതെ പോയി. കാരണം വണ്ടി കാനിലേക്ക് മറിഞ്ഞു കണ്ടപ്പോൾ അവർ നിർത്താതെ പോയി. അവർ കണ്ടു അവർ കുറച്ച് മാറി നിർത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി മറിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവർ നിർത്താതെ അങ്ങനെ പോയി. നിർത്താതെ കടന്നു പോയി. യാത്രക്കാരൊക്കെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടു. ആർക്കും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. പോലീസും ഇപ്പോൾ ക്രൈന് വരെ. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ സുഹൃത്താണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു വസ്തുത, വാഹനം നിർത്താതെ കടന്നു പോയി എന്നതാണ്. കാരണം ഈ വാഗ്നർ കാറിൽ അതിൽ ആളുകളുണ്ടായിരുന്നു. അവർ വാഹനം നിർത്തിയതിന് ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബസ് ഈ അപകടത്തിൽപ്പെട്ടു. ബസ് കാനലിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നു. യാത്രക്കാരുണ്ട്, ഈ വസ്തുക്കളെല്ലാം അറിയാം. പക്ഷേ അതിനുശേഷം ഇവിടെ നിർത്താതെ അവരിവിടെ നിന്ന് പെട്ടെന്ന് കടന്നു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് വാഹനം, ഈ കാറാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആരാണ് എന്താണ് എന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും പോലീസ് അതിൽ തുടരന്വേഷണം, മോട്ടോർ വാഹന വകുപ്പ് എല്ലാം തന്നെ അന്വേഷണം നടത്തുന്നു. KSRTC ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം യാത്രക്കാർ ഇതിനകത്തുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ഒന്നും ഈ ബസ് ഈ രീതിയിലേക്ക് മറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് യാത്രക്കാർക്ക് പരിക്കോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. വളരെ ആശ്വാസകരമായൊരു കാര്യം. യാത്രക്കാരെ മറ്റൊരു KSRTC വാഹനം ഇതിലേക്ക് വരികയും അതിലേക്ക് മാറ്റുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. അവരെല്ലാം തന്നെ മറ്റു വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾക്ക് പോലീസിൽ പരാതി നൽകുകയും അടക്കം ചെയ്തിരിക്കുന്നു. വൈകാതെ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുകയും ചെയ്തിരിക്കുന്നു. നല്ല മഴയും എല്ലാം ഉണ്ടായിരുന്നൊരു സമയമാണ്. പുലർച്ചെ മുതൽ എറണാകുളത്ത് ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ബൈപ്പാസ് മേഖല വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നിടയ്ക്ക് എല്ലാം തന്നെയും ഈ വാഹനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തിരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതിൽ പെട്ടുകൊണ്ട് തന്നെയാണിപ്പോൾ ഈ ഒരു അപകടവും ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യത്തിന് യാത്രക്കാർക്ക് അപകടം സംഭവിച്ചില്ല എന്നതാണ്. യാത്രക്കാരെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചാലിങ്കാൽ രാവണേശ്വരം ജംഗ്ഷനിൽ ജലബോംബായി മാറുകയാണ് കരാർ കമ്പനി അനധികൃതമായി മണ്ണെടുത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ട്. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ ഭരണകൂടം 1 കോടിയോളം രൂപ പിഴയിടുകയും പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും കളക്ടറുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് നിർമ്മാണ കമ്പനി വെള്ളക്കെട്ട് നികത്താൻ തയ്യാറാകാത്തത്. കണ്ണൂർ കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തിനെ തുടർന്നാണ് വലിയ തോതിൽ അപകടാവസ്ഥയിൽ ജലം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിവിടെ സമീപത്തായി സ്കൂൾ ഉൾപ്പെടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നേരത്തെ കലക്ടർ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് അതേ സ്ഥിതിയിലുള്ളത്. കാലവർഷം കനക്കുന്നതോടുകൂടി വലിയ അപകടാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മോടൊപ്പം ഈ പ്രദേശവാസത്തിന് ചേരുന്നു ഭാസ്കരൻ എന്ന് പറയുന്ന. എന്താണ് നിലവിലൊരു സാഹചര്യം? നേരത്തെ കലക്ടറൊക്കെ ഇടപെട്ടതാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ കലക്ടറടക്കം എടുത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണമെന്ന നിർദ്ദേശം മേഘ കൺസൾട്ടൻസി നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ഫൈനിടുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുല്ലുവില കൽപ്പിച്ച് ഒരു പരിപാടിയും അവർ നടത്തുന്നില്ല. അവർ പ്രവൃത്തി പൂർത്തീകരിക്കാൻ മണ്ണ് ആവശ്യത്തിന് കൊണ്ടുപോകുവിടുന്നു, ആവശ്യത്തിലൂടെ കൊണ്ടിടും. ഇപ്പോൾ നമുക്ക് അന്ന് കണ്ടതിൽ വെച്ച് ഒരു 0.5% പോലും, അത്ര ഒരു 20% പോലും പണി അവർ മൂടിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം കെട്ടി നിന്നാൽ തൊട്ടടുത്ത് സ്കൂളാണ്, അതിന് ഹൈവേ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആണ് നമുക്ക് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്. ഇത് ഈ പ്രദേശത്ത് എത്ര വീടുകൾ ഈ പരിസരത്തുണ്ട്? ഇത് ദേശീയപാതയായിട്ട് എത്ര അടുത്താണ്? ഇത് ദേശീയപാതയായിട്ട് 10 മീറ്റർ അടുത്താണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 10 മീറ്റർ അടുത്താണ് ഇത് കാണുന്നത്. അടുത്താണ്. ഏകദേശം ഒരു 200-250 വീടുകൾ ഇതിന് ചുറ്റുപ്രദേശത്തുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, വീടുകൾ കാണുന്നുണ്ട്. ഇഷ്ടം പോലെ
ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്, ചെറിയ കുട്ടികളുടെ LP സ്കൂളാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന് മറുപടി പറയാൻ പറ്റില്ല. നേരത്തെ നിങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നതല്ലേ? നിലവിൽ എന്താണ് ഇനിയിപ്പോൾ ഇത് ഇത്തവണ അതിതീവ്ര മഴയാണ് പ്രവചനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് നാട്ടുകാരെന്ന നിലയിൽ നിങ്ങളുടെ? നാട്ടുകാരൻ എല്ലാവരോടും കൂടി മൊത്തത്തിൽ ഇവിടെയുള്ള നാട്ടുകാരെ ആലോചിച്ച് പുതിയ MLAയും പഴയ MLA എല്ലാവരും ഒന്ന് ഉൾപ്പെടുത്തി ഈ സംഭവം ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ എത്തിക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ ടോൾ പ്ലാസയുടെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തന്നെ മൊത്തം ഇതെല്ലാം ഒന്നുകൂടി ആലോചിച്ച് യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിൽ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയപാതയിൽ 2ാം റീച്ചിൽ, അതായത് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ മെഗാ കൺസ്ട്രക്ഷനാണ് ഈ നിർമ്മാണ ചുമതല. ഇവരുടെ ഭാഗത്തു നിന്നും പലയിടങ്ങളിലും ഇത്തരത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഉയർന്ന വിമർശനം. ഇതിൽ കലക്ടർ ഉൾപ്പെടെ ഇടപെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് വില കൽപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളൊക്കെ. എന്തായാലും ഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ്, ഒരു ജലബോംബ് തന്നെയാണ് ദേശീയപാതക്കരികിൽ ഇത് എന്ന് പറയേണ്ടി വരും. ഒരുപാട് സ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന 200ഓളം വീടുകൾ ചുറ്റുപ്രദേശം കിടക്കുന്ന ഒരു പ്രദേശമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. KB ബൈജു, ന്യൂസ് 18. ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഉറങ്ങിക്കിടന്ന വീട്ടമ്മയ്ക്കാണ് അന്ത്യം സംഭവിച്ചത്. പത്തനംതിട്ട പറക്കോടാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയാണ്. മറിയം ബീവിയാണ് മരിച്ചത്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, ദാരുണമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വീടിന് മുകളിലേക്ക് ടോറസ് ലോറി മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. ഇപ്പോൾ ടോറസ് ലോറി വീടിന് മുകളിൽ നിന്ന് നീക്കിയോ അതോ അതിനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ? അനുശ്രീ, ഇപ്പോൾ അത്തരം നടപടികളൊക്കെ തുടരുന്നുള്ളൂ. എന്തായാലും പുലർച്ചയോട് കൂടിയാണ് ഇത്ര ഒരു അപകടം ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ലോറി KP റോഡിൽ, അടൂർ പറക്കോട് KP റോഡിലാണ് ഈ വീടിന് മുകളിലേക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന മറിയം ബീവിയാണ് ഈ വീട് ഇടിഞ്ഞ് വീട് ലോറിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടത്. ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. പുലർച്ചെ 3 കൂടിയാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്ത് വരികയും പിന്നീട് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രി കൊണ്ടെങ്കിലും മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ആ പ്രദേശത്ത് ഒരുപക്ഷെ ഈ വാഹനം വന്നത് ബ്രേക്കിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. സാധാരണമായൊരു സംഭവമാണ് ഇത്തരത്തിൽ പുലർച്ചയോടുകൂടി പത്തനംതിട്ട അടൂരിൽ നടന്നത്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷന് സമീപം ടോറസ് ലോറിയും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊല്ലം ഇടമൺ സ്വദേശി ബിജുകുമാറാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന ആൾക്കും ഗുരുതരമായി പരിക്കേറ്റു. വാഴപ്പള്ളി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ലോറിയുടെ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയാണ് ബിജുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. കോഴിക്കോട് അത്തോളിയിൽ തീപിടുത്തം, ആളപായമുണ്ടായിട്ടില്ല. SR ഓയിൽ കമ്പനിക്കാണ് തീപിടിച്ചത്. 4 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. വെളിച്ചെണ്ണ നിർമ്മിക്കാൻ ആവശ്യമായ കൊപ്രയും തേങ്ങയും 2000 ലിറ്ററോളം വരുന്ന വെളിച്ചെണ്ണയും അടങ്ങുന്ന മില്ല് പൂർണ്ണമായും കത്തിനശിച്ചു. പത്തനംതിട്ട ചെന്നീർക്കരയിൽ ഒരു വലിയ ദുരന്തത്തിന്റെ നിഴലിലാണ് 20ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നത്. തലയ്ക്ക് മുകളിലെ ജലസംഭരണി ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഭീതിയോടെ അല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കൺമുന്നിലെ ഈ വലിയ ഭീഷണിയെ ദിവസവും കണ്ട് ശീലിച്ചവരാണ് ഈ നാട്ടുകാർ. 50 വർഷങ്ങൾക്ക് മുമ്പ് ജല അതോറിറ്റി നിർമ്മിച്ച ജലസംഭരണി ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഒരു നാടിന്റെ ഉറക്കം കെടുത്തുന്ന ജലസംഭരണിയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീണതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത്. ജലസംഭരണിയുടെ പില്ലറുകളും തകർച്ചയിലാണ്. വാട്ടർ ടാങ്കിന്റെ അപകടാവസ്ഥ നാട്ടുകാർ അധികൃതരെ അറിയിച്ചിട്ടും നടപടി മാത്രം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നടപടികൾ ഒന്നും പൂർത്തിയായിട്ടില്ല. വഴിയും വെട്ടി, ആ മലയുടെ മുകളിലേക്ക് വഴിയും വെട്ടി 75 സെന്റ് സ്ഥലവും വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ടാങ്ക് പണിയാനുള്ള, വാട്ടർ ടാങ്ക് പണിയാനുള്ള തുടർ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ജലസംഭരണിയിൽ സംഭരിക്കാതെ പമ്പിങ്ങിലൂടെ എല്ലാ പ്രദേശത്തേക്കും ജലം എത്തിക്കാനുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടാങ്കിൽ വരാതെ പമ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് അതിലൊരു ബദൽ സംവിധാനം അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായി. പമ്പ് ചെയ്യുന്നു. ഇന്നും വെള്ളം ഉണ്ടായിരുന്നു. കുടിവെള്ളം ലഭ്യമല്ലാത്ത പ്രദേശത്ത് അപകടാവസ്ഥയിലായ ജലസംഭരണിയിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. വാട്ടർ ടാങ്ക് തകർച്ചയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട.
തൃത്താല കപ്പൂരിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് ഒച്ചുകളെ വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. ഒച്ചുകൾ സമീപത്തെ വീടുകളിലേക്കും പൊതുപാതകളിലേക്കും കൂട്ടത്തോടെ ഇഴഞ്ഞു കയറുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വേനൽ മാറി മഴ പെയ്യാൻ തുടങ്ങിയതോടെയാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വർദ്ധിക്കുന്നത്. തൃത്താല കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിൽ നിന്നാണ് ഒച്ചുകൾ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത്. സന്ധ്യ കഴിയുന്നതോടെയാണ് ഇവ കൂട്ടമായി പുറത്തിറങ്ങുന്നത്. പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവ വ്യാപകമായി വിളകൾ നശിപ്പിക്കുന്നുണ്ട്. വാഴ, മഞ്ഞൾ, ചേമ്പ് തുടങ്ങിയ കൃഷികളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. തെങ്ങിൻ തടങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളുടെ മുറ്റം, ചുമരുകൾ, വരാന്തകൾ എന്നിവിടങ്ങളിലും ഒച്ചുകൾ താവളമുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈർപ്പമുള്ള ജൈവാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ സൂര്യപ്രകാശം കടക്കാത്ത ഇടങ്ങളിലുമാണ് ഇവ പെരുകുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രാദേശികമായി മിത്രജീവികൾ ഇല്ലാത്തതാണ് ഇവ ഇത്രയധികം പെരുകാൻ കാരണമെന്ന് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി പ്രദേശത്ത് ഒച്ചുകളെ കണ്ടുവരുന്നുവെങ്കിലും ഇപ്പോഴാണ് സ്ഥിതി ഇത്രയും രൂക്ഷമായത്. ഒച്ചുകളെ നശിപ്പിക്കാനായി ഓരോ ദിവസവും 4-5 പാക്കറ്റ് ഉപ്പാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഇവയുടെ എണ്ണം കൂടി വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ രാത്രി നേരം വെളിച്ചാൽ 5 മണി വരെ ഭയങ്കര വീടിൻ്റെ ഇതിലൊക്കെ കംപ്ലീറ്റ് മെറ്റൽ വരക്കിയ പോലെ നോക്കും. അപ്പോൾ ഞങ്ങൾ ഇത് എന്താണെന്ന് നോക്കും, ഈ ഒച്ചുകളാണ്. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ ആയിരുന്നു, പിന്നെ കൂടുതലായി. അപ്പോൾ ഞങ്ങൾ ഉപ്പ് പിടിച്ച് അടുത്തുള്ള ആൾക്കാരെല്ലാവരും വിളിച്ച് രാത്രി ഒരു 9 മണി മുതൽ ഞങ്ങളൊരു 11 മണി വരെ ഉപ്പിടും. നേരം വിളിച്ചായാൽ ഇത് കംപ്ലീറ്റ് ചത്തിട്ട് വെള്ളമായിട്ട് ഒലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറക്കി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടും, പിറ്റേ ദിവസം വേറെ സ്ഥലത്തും ഭയങ്കരമായ ഗന്ധൽ വരിക. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും റോട്ടിലും എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ട്, കാണാറുണ്ട്. വീടുകളിലേക്ക് പോലും ഒച്ചുകൾ വ്യാപകമായി കയറാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. പഞ്ചായത്ത് അധികൃതർ, ആരോഗ്യവകുപ്പ്, കൃഷിവകുപ്പ് എന്നിവർ സംയുക്തമായി അടിയന്തരമായി ഇടപെട്ട് ഒച്ചുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ശാശ്വത പരിഹാരം കാണാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് 18 തൃത്താല. 9 മണി വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത് ചേരും.